വെറൈറ്റി സീരിയൽ എന്ന പേരിൽ നല്ല പ്രശസ്തി നേടിയ ഉപ്പുമുളകും എന്ന് പറഞ്ഞ സീരിയല് ഇപ്പോൾ വിവാദങ്ങളുടെ പേരിൽ കുപ്രസിദ്ധി നേടിക്കൊണ്ടിരിക്കുകയാണ്. ആ സീരിയൽ നിന്ന് പോകപ്പെടുമോ എന്ന് പോലും ആരാധകർ സംശയിക്കത്തക്ക രീതിയിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. സാറേ, വാർത്തകൾ കേട്ടിരുന്നോ? വാർത്തകൾ കേട്ടിരുന്നു. വളരെ പ്രശസ്തമായ രീതിയിൽ ഓടിക്കൊണ്ടിരുന്ന അതെ. വളരെ റേറ്റിംഗ് കൂടി, ചാനലിൽ തന്നെ റേറ്റിംഗ് കൂടാത്തക്ക രീതിയിൽ നമ്മൾ പ്രേക്ഷകർ കണ്ടമാനം കണ്ടോണ്ടിരുന്നതാണ്. പക്ഷേ അവസാന നിമിഷം ഇപ്പൊ അതിന്റെ നായികയുടെ ഒക്കെ ഒരു പ്രസ്താവന കണ്ടു, ഇനി ഞാൻ ഉപ്പുമുളകിലേക്ക് ഇല്ല, ഇനി ഞാൻ അങ്ങോട്ടില്ല എന്ന് വെച്ചാൽ ഓരോ താരങ്ങളും. അതിനിടയ്ക്ക് നമ്മുടെ ബിജു സോപാനം, ശ്രീകുമാർ, അവർക്കെതിരെയുള്ള ലൈംഗിക ആരോപണങ്ങൾ, അങ്ങനെ എനിക്ക് തോന്നുന്ന സീരിയലിന് മൊത്തമായിട്ട് പല പ്രശ്നങ്ങളിലാണ് നിൽക്കുന്നത്. ഇനി അത് എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. അപവാദങ്ങളുടെ നിഴലിൽ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഉപ്പുമുളക് സീരിയൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സീരിയലുകളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് സാറ് പറഞ്ഞ പോലെ ഈ ഫ്ലവേഴ്സ് ചാനലിലാണ് ഉപ്പുമുളക് സീരിയൽ സംപ്രേഷണം തുടങ്ങിയത്. ഈ പറഞ്ഞ പോലെ ഏഷ്യാനെറ്റ് സീരിയലുകളുടെ അമ്മയാണ്. അതായത് ഏറ്റവും നല്ല സീരിയലുകൾ ഏറ്റവും ടോപ്പായിട്ട് ഇന്നും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു, മാത്രമല്ല സ്വകാര്യ കേബിളിൽ അല്ലെങ്കിൽ സ്വകാര്യ ചാനലുകളിലെ നമ്പർ 1 തന്നെ ഏഷ്യാനെറ്റ്, സംശയമില്ലാത്ത കാര്യമാണ്. അക്കൂട്ടത്തിലേക്കാണ് ഒരൊറ്റ സീരിയലിനെ മറുപിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒറ്റ സീരിയലിൻ്റെ ടൈറ്റിൽ റോൾ പിടിച്ച് ആ ഒരു ടൈറ്റിലും പിടിച്ചുകൊണ്ട് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞ ചാനൽ മുന്നേറിക്കൊണ്ട് വരുന്നത്. കാരണം മറ്റൊന്നും അവർക്ക് അതിനകത്ത് പറയാനില്ല. ആ ചാനൽ മോശമായി പറയുമല്ല, പക്ഷേ ഏഷ്യാനെറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഫ്ലവേഴ്സിൽ അങ്ങനെയുള്ള സീരിയലും കാര്യങ്ങളും ഇല്ല. പക്ഷേ എന്നിട്ടും ഈ ഏഷ്യാനെറ്റിൻ്റെ പ്രേക്ഷകർ തന്നെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം കാണണമെന്നും പറഞ്ഞ് ഫ്ലവേഴ്സിൽ സ്വിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉപ്പുമുളകും സീരിയൽ മാത്രമായിരുന്നു. അത് 1-2 വർഷമല്ല, മെഗാ സീരിയലുകളാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. വർഷങ്ങളോളമുള്ള ഒരു ഗർഭിണിയെ 1 വർഷത്തോളം ഗർഭിണിയാക്കിക്കൊണ്ട് നടന്ന സീരിയലുകൾ എല്ലായിടത്തും ഉണ്ട്, ബോധമില്ലാത്ത കുറേ സീരിയലുകളുണ്ട്. പക്ഷേ അക്കൂട്ടത്തിൽ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിരുന്ന നമ്മുടെ സാധാരണക്കാരുടെ ജീവിതത്തിൻ്റെ ഏടുകൾ തുറന്നു കാണിക്കും. ഇതാണ് ഒരു സാധാരണക്കാരൻ്റെ ഒരു സാധാരണ ജീവിതം എന്ന് എഴുതി കാണിക്കുന്ന, വളരെ തന്മയത്വത്തോടുകൂടി അഭിനയിച്ചിരുന്ന ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ. അതിലെ മെയിൻ സ്ട്രീം ആയിട്ടുള്ള അല്ലെങ്കിൽ മെയിൻ കഥാപാത്രത്തെയാണ് ലൈംഗിക ആരോപണങ്ങളുടെ പേരിൽ ഈ പറയുന്ന നായികയായാലും കൂട്ടത്തിൽ അഭിനയിച്ചിരിക്കുന്ന 2 നടന്മാരായാലും ഇവർ 3 പേരും അതിലെ മെയിൻ കഥാപാത്രങ്ങളാണ്. അവരുടേതായ ഒരു തറ അവരവിടെ പാകി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം ആ ഫ്ലോർ അവർക്ക് മാത്രം ചെയ്യാവുന്നതായിരുന്നു. ആൾക്കാരുടെ ഹൃദയത്തിൽ അവരൊക്കെ പതിഞ്ഞുപോയി. ആ ഒരു ക്യാരക്ടർ ഉണ്ട്, അല്ലെങ്കിൽ ബാലു എന്ന റോളിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്ന വ്യക്തിയുടെ ആ ഒരു പേരിലും ഒക്കെ എല്ലാവരിലും ഹൃദയത്തോട് ചേർത്ത് വെച്ചിരുന്നവരാണ്. ഇപ്പോൾ ഞങ്ങൾ ആ സിനിമയിലേക്ക് ലൈംഗിക അപവാദത്തിൻ്റെ പേരിൽ എനിക്ക് പ്രൊട്ടക്ഷൻ ഇല്ല എന്ന പേരിൽ അഭിനയിക്കത്തില്ല എന്ന ഒരു തീരുമാനം ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ പടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാറ് പറഞ്ഞ പോലെ ഉപ്പുമുളകും സീരിയലിൻ്റെ ആരാധകർ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് വിവാദങ്ങൾ കത്തി പടരുന്നതുകൊണ്ട് തന്നെ കാണികൾ ഇതിന് കണ്ണടച്ചിരിക്കുകയാണ്. അവർക്ക് കാണാൻ താല്പര്യമില്ല. അതിന്റെ റേറ്റിംഗ് വല്ലാതെ ഇടിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓടുന്ന പഴയ റേറ്റിംഗ് ഒന്നും ആൾക്കാരൊക്കെ കാണുന്നുള്ളൂ. പണ്ടെന്ന് പറഞ്ഞ ഈ ടൈം നോക്കിയിരുന്ന ആൾക്കാർ കാണുന്ന കുടുംബാന്തരീക്ഷം പോലെ ഒരു വീട്ടിൽ നടക്കുന്ന, ഒരു സാധാരണ വീട്ടിൽ നടക്കുന്ന ഒരു സംഭവങ്ങൾ, അച്ഛനും മക്കളും തമ്മിലുള്ള അവരുടെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, അങ്ങനെയുള്ള ഒരു നാച്ചുറാലിറ്റി തുറന്നുകൊണ്ട് ഇത് ഓൾറെഡി കുടുംബ പ്രേക്ഷകരുടെ ഇടയിലേക്ക് ശരിക്കും കയറി ഇറങ്ങിയായിരുന്നു. ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ അവർ കാണിക്കുന്നു. വീട്ടിൽ നടക്കുന്നു, സിനിമ കാണുന്നു, കറി വെച്ചു, നമ്മുടെ സാധാ വീട്ടിൽ നടക്കുന്നത്. അതൊക്കെ പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ റേറ്റിംഗിലൊക്കെ ഒത്തിരി ശാരീരിക പറഞ്ഞാൽ ഡൗൺ ആയിട്ടുണ്ട്. ഇനി മുമ്പോട്ട് എങ്ങനെ പോകും എന്നുള്ളതൊന്നും നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. ഇനി വീണ്ടും ഡയറക്ടർമാർ മാറിയിട്ടുണ്ട്, പല അതിനകത്ത് അഭിനേതാക്കൾ മാറിയിട്ടുണ്ട്, പുതിയ ആർട്ടിസ്റ്റ് വരുന്നതുകൊണ്ട് അവർക്ക് അത്രയും ഗ്രിപ്പ് കിട്ടുമോ എന്നുള്ളതാണ്. ഇവർ ഓൾറെഡി കുടുംബ പ്രേക്ഷകരുടെ ഇടയിൽ ഒരു ഗ്രിപ്പായി അവർക്ക്. അത് എന്നും കാണാൻ വേണ്ടിയിട്ട്, അല്ലെ ആ നായകനെ ബിജു സോപാനത്തിനെ ആയാലും മറ്റേ നായികയായാലും കാണാനൊക്കെ വേണ്ടി ആൾക്കാരൊക്കെ അവരൊരു സെലിബ്രിറ്റി ലുക്കൊക്കെ ആയാലും. അതെ. അത് നമ്മളിപ്പോൾ കഴിഞ്ഞ നമ്മുടെ ഒരു ചർച്ചയിൽ പറയുകയും അവർ ഇനാഗുറേഷൻ ഒക്കെ വന്നിരുന്നു. സാറ് പറഞ്ഞ പോലെ സെലിബ്രിറ്റീസ്, കുട്ടി സെലിബ്രിറ്റീസും വലിയ സെലിബ്രിറ്റീസ്, അച്ഛനും അമ്മയും മക്കളും ഒക്കെ സെലിബ്രിറ്റിയായി മാറുന്ന ഒരു സീരിയൽ മാമാങ്കമായിരുന്നു. ഒരു മാമാങ്കം തന്നെയായിരുന്നു, ഒരു ആഘോഷമായിരുന്നു. ഈ ഉപ്പും മുളകും അഭിനയിക്കുന്നവർ തന്നെ പല ഇന്റർവ്യൂവിലും വന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ ബിജു സോപാനമായാലും പറഞ്ഞിട്ടുണ്ട്, ഒരു ആഘോഷം, ഞങ്ങൾക്കൊരു ആഘോഷമായിട്ട് തന്നെയായിരുന്നു. അവരെല്ലാവരെയും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കളിപ്പിച്ചും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സീരിയലുകളുടെ ചരിത്രത്തിൽ തന്നെ വേറിട്ടൊരു വഴിയിലൂടെ നടന്നുപോയ ഒരു സീരിയൽ. ഇത് ആരുടെ തലയായിരുന്നാലും, ഈ പറഞ്ഞ സംവിധായകർ മാറിയാലും തിരക്കഥയ്ക്ക് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. 2 സംവിധായകർ മാറി വന്നെങ്കിൽ പോലും അതിൻ്റെ ഒരു സെനാരിയോയ്ക്ക്, ഒരു പാറ്റേണിന് മാറ്റം ഉണ്ടായിരുന്നില്ല. അതിൽ അഭിനയിച്ചിരിക്കുന്നവർ അതിനകത്ത് ജീവിക്കുകയായിരുന്നു. എന്ന് കരുതി വെച്ചാൽ അത്രയും തന്മയത്വത്തോടുകൂടി അവർ അതിനകത്ത് അഭിനയിച്ചു എന്നുള്ളതാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ അവസാനിപ്പിച്ചിട്ടില്ല സാറേ, നമുക്കൊരു വിഷമം വരില്ലായിരുന്നു. പക്ഷേ ഇത് അപവാദങ്ങൾ, അതും ലൈംഗിക അപവാദങ്ങൾ കേട്ടുകൊണ്ടാണ് ഈ സീരിയൽ ഇപ്പോൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്കൊരു വിഷമം. കാരണം നമ്മുടെ അച്ഛനും അമ്മയായാലും, ഇപ്പോൾ എൻ്റെ മോളോടാണെങ്കിലും വീട്ടിലൊക്കെ ആണെങ്കിലും എൻ്റെ കസിനോടൊക്കെ ആണെങ്കിലും ഞാൻ പറയടാ ഉപ്പുമുളകും കണ്ടോ, നിങ്ങൾ മറ്റു കാർട്ടൂണൊന്നും കാണണ്ട, അത് കുഞ്ഞുങ്ങൾക്ക് വലിയ വിഷയങ്ങളൊന്നും, നിങ്ങളെപ്പോലെ തന്നെ പിള്ളേരും ചേട്ടനും ചേച്ചി അച്ഛനമ്മമാരെങ്ങനെ സ്നേഹിക്കണം, അല്ലെങ്കിൽ മക്കളെങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കഴിയണം,
പിണക്കവും ഒക്കെ ആയിട്ട് പോയ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു സീരിയൽ. അതിനകത്ത് പൊങ്ങച്ചോ ഗോസിപ്സോ ഒന്നുമില്ല. ഓൾ ഓഫ് എ സഡൻ ആയിട്ടുള്ള പിന്നെ എക്സ്പ്രഷൻസ് ഇട്ട് വരുന്ന ഒരു സീരിയൽ. അതിന് വലിയ പൊങ്ങച്ചോ അല്ലെങ്കിൽ വലിയ പുറന്തോടോ ഒന്നും ഉണ്ടായിരുന്നില്ല അഭിനയത്തിന്റെ. അതുകൊണ്ട് തന്നെ മക്കളോടൊക്കെ, എൻ്റെയൊക്കെ മോളോട് ഞാൻ പറഞ്ഞു, നീ ഇതേ മറ്റ് കാർട്ടൂൺസ് എന്നൊക്കെ അഡിക്ഷനാണ്, ഉപ്പുമുളകും കാണുന്നതിന് വിഷയമൊന്നുമില്ല, അതിരുന്ന് കാണരുത്, അതിരുന്ന് കണ്ടോളൂ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കുഞ്ഞുങ്ങളെ കാണിക്കാൻ, കുഞ്ഞുങ്ങൾ എന്താ വെച്ചാൽ ഈ പറയുന്ന പോലെ 18+ ഒന്നും ആയിരുന്നില്ല, അത് എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും കാണാൻ പറ്റുന്ന കണ്ടന്റ് തന്നിരുന്ന ഒരു നല്ല പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോം ഇത്തരത്തിൽ 3ാമത്തെ സീസൺ ആയപ്പോൾ അതിന്റെ ക്വാളിറ്റി കുറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. ചിലപ്പോൾ നല്ല തിരക്കഥാകൃത്തില്ല, കഥയില്ല എന്ന് വശം. പക്ഷേ ഇങ്ങനെ ആരോപണങ്ങളൊക്കെ വരിക എന്ന് പറയുമ്പോൾ അതും വർഷങ്ങളായിട്ട് അതേ പാറ്റേണിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന നായികയ്ക്കെതിരെയും അത് കൂട്ടത്തിൽ അഭിനയിച്ച നായകന്മാർക്കെതിരെയും ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അത് പ്രേക്ഷകരെയും വല്ലാതെ ഡൗൺ അടിപ്പിച്ചു എന്ന് തോന്നുന്നു. സാറിന് ഉറപ്പായിട്ടും അതെ, പ്രേക്ഷകർ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. ഇപ്പം നമ്മൾ ഓരോ ആഴ്ചയിലും ഓരോ ദിവസം വരുന്നു, അവരുടെ ഫാമിലി അങ്ങോട്ട് ടൂർ പോയോ, വെള്ളിയാഴ്ച ഇത് കഴിയുമ്പോഴത്തേക്ക് തിങ്കളാഴ്ച എന്ത് സംഭവിക്കും, ആ രീതിയിൽ പ്രേക്ഷകർക്ക് ഇവരൊരു സ്ക്രീനിൽ ബിജു സോപാനത്തിനൊക്കെ ആയാലും നല്ലൊരു റേറ്റിംഗിലേക്ക്, നായികയൊക്കെ ഭയങ്കര റേറ്റിംഗിലേക്ക് വന്നായിരുന്നു. ഇവർ എന്ത് ചെയ്യുന്നു, അടുത്ത ആഴ്ച എന്ത് ചെയ്യുന്നു, അതിനകത്ത് മുടിയൊക്കെ നീട്ടി വളർത്തിയ ഒരാളുണ്ട്, മുടിയന്റെ കല്യാണം, അങ്ങനത്തെ ഇവരെല്ലാവരും പങ്കെടുക്കുന്ന രംഗങ്ങൾ ഒക്കെ ഒരു പ്രേക്ഷകരുടെ ഇടയിൽ ഇവരൊരു കുടുംബമായിട്ട്, പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് ഇവരൊരു കുടുംബമായിട്ട് മാറിയായിരുന്നു. പക്ഷെ ഇപ്പം അത് കുറേശ്ശെ മാറി തുടങ്ങി. ഇനിയിപ്പോ എങ്ങനെയൊക്കെ പുനരാവിഷ്കരിച്ച് വരും എന്നൊക്കെ പറയാൻ ലൈംഗിക ആരോപണങ്ങൾ, ഈ നായിക, ഡയറക്ടർ, 2 ഡയറക്ടർമാരെ മാറ്റി അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ഒത്തിരി വന്നുണ്ട്. അത് നമുക്ക് അവരെങ്ങനെ അടിച്ച് മുമ്പോട്ട് പോകും, പുതിയ താരങ്ങൾ വരുമ്പോൾ അവർക്ക് അതിനുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞ അതിനുള്ള ഗ്രിപ്പ് കിട്ടുമോ, അത് വീണ്ടും പ്രശ്നങ്ങൾ വരുമോ എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ. പുതിയ വേറൊരു വാർത്തകളൊന്നും വന്നിരിക്കുന്നില്ല, എല്ലാ ആർട്ടിസ്റ്റുകളെ മാറ്റുകയാണ്, വേറെ പുതിയൊരു ടീമിനെ കൊണ്ടുവരുവാണെന്നൊക്കെ പറയുന്നത്. അത് എത്രത്തോളം പഞ്ചിങ് ആവും നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇത് 1-2 മാസമോ വർഷത്തെ ഒരു കാര്യങ്ങളായിരുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ അതിലെ ഓരോ കഥാപാത്രങ്ങളും അതിൽ വളർന്ന് കളിച്ച് വളർന്ന് അല്ലെ അഭിനയിച്ച് വളരുകയായിരുന്നു. അല്ല ഇപ്പോൾ 5 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ അവളുടെ ഒരു 10 വയസ്സ് വരെ 5 വർഷക്കാലം ആ സീരിയലിൽ തന്നെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. അതങ്ങനെ ഓരോന്നും അവരുടെ എല്ലാ ഭാഗങ്ങളും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയൊരു ടീമിനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് എത്രമാത്രം പ്രാക്ടിക്കലായിരിക്കാം, പക്ഷെ എത്രമാത്രം ലോജിക്കലായിരിക്കുമെന്നോ എത്രമാത്രം അത് പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് അവർ ഏറ്റെടുക്കാൻ സാധിക്കുമെന്നോ ഒരു ഉറപ്പുമില്ല. ഒരുപക്ഷെ മലയാളി പ്രേക്ഷകരുടെ ഇടയിൽ ഹൃദയത്തിൽ ഒരു നോവാക്കി മാറ്റി ഈ സീരിയൽ എന്നേക്കുമായി ചിലപ്പോൾ അവസാനിപ്പിച്ചേക്കാം. ഒരുപക്ഷെ നല്ല ഒരു നായികയുടെ അഭിനയക്കുറവ് കൊണ്ട് അല്ലെങ്കിൽ നല്ലൊരു ടീമിന്റെ ഒരു കുറവ് കൊണ്ട് ഒരു പക്ഷേ ഈ ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് സീരിയൽ ഇനി ഉണ്ടായില്ല എന്ന് വന്നേക്കും. ഇതിന് പകരം ചക്കപ്പഴം എന്നൊക്കെ പറഞ്ഞ് സീരിയൽസ് ഒക്കെ ഇറക്കിയിരുന്നു. പക്ഷേ ഇത്രയത്തോളം ഒരു പ്രേക്ഷക പ്രീതി അവർക്ക് നേടാൻ സാധിച്ചില്ല എന്നുകൊണ്ട് തന്നെ അവരതൊക്കെ നിർത്തി. അതും ഒരു തമാശ, അവരുടേതായ ഒരു രീതിക്ക് അത് രസമൊക്കെ ആയിരുന്നു. ഞാൻ ആ സീരിയലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഉപ്പുമുളകിനെ കോപ്പി അടിച്ചിട്ടാണ് ഇത് പലരും അവരുടെ രീതിയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇറക്കിയിരുന്നത്. പക്ഷേ ഇതൊന്നും അത്ര സക്സസ് ആയില്ല. അതിനിടയിലാണ് ഉപ്പുമുളക് എന്ന് പറഞ്ഞ ഈ സീരിയൽ 3 സീസൺ സക്സസ് ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് അവരെയൊക്കെ കറുത്ത നിഴലുകൾ വീഴ്ത്തിക്കൊണ്ട് ഈ ലൈംഗിക അപവാദം ഒരിക്കലും ഒരു സുഖകരമായ കാര്യമല്ല. പ്രത്യേകിച്ചും ഡയറക്ടർക്കെതിരെ, അതിലെ അഭിനേതാക്കൾക്കെതിരെ, അതിലെ നടിമാർ പറയുക എന്നുള്ളത് ഒരിക്കലും സുഖകരമല്ല. പ്രത്യേകിച്ച് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയത് അതൊരു കുടുംബമായിട്ടുള്ള ഒരു കുടുംബ ചിത്രമായിരുന്നു, അതൊരു കുടുംബ സീരിയലായിരുന്നു. അവിടെ ഇങ്ങനെ ഒരു ലൈംഗിക ആരോപണം വരുന്ന ശരിക്കും ഒരു ഷോക്കിംഗ് ആണ്. അത് എല്ലാ മലയാളി പ്രേക്ഷകരും, ഉപ്പുമുളകിൻ്റെ എല്ലാ മലയാളി പ്രേക്ഷകരെയും അത് ഷോക്ക് അടുപ്പിച്ചിട്ടുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നിരുന്നാലും ഇത് അവസാനിക്കണമെന്ന് ഞാനും അതുപോലെ എൻ്റെ ഫാമിലി ആഗ്രഹിക്കുന്നില്ല. അതോടൊപ്പം എനിക്ക് തോന്നുന്നില്ല ഉപ്പുമുളകിൻ്റെ മറ്റു പഴയ പ്രേക്ഷകർ ഉറപ്പായിട്ടും ഇതൊരു നല്ല രീതിക്ക് വന്നാൽ, മറ്റ് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് തന്നെ ഇവർ ഒരുമിച്ച് പോയാൽ ഒരുപാട് സന്തോഷിക്കുക പ്രേക്ഷകർ തന്നെ ആവും. അവർ 3-4 സീസൺ എടുത്തോട്ടെ. പക്ഷേ നല്ല കണ്ടന്റുകളായിട്ട് നല്ല രീതിയിൽ അഭിനയിക്കുന്ന പഴയ ആൾക്കാരെ തന്നെ കാണാനാണ് ഇപ്പോഴും ഉപ്പുമുളകും പ്രേക്ഷകർക്ക് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഉപ്പുമുളകും അവസാനിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.